നീ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്തു പറ്റി? നിനക്കെന്താണ് പ്രയാസം? നമ്മുടെ ടി വിക്ക് എന്താണ് കുഴപ്പം? എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതിന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. നീ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്തു പറ്റി? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ലുക്ക് വറീഡ്, വാട്ട്സ് റോങ്. എങ്ങനെയാണ്? യു ലുക്ക് വറീഡ്, വാട്ട്സ് റോങ്. നീ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്തു പറ്റി? യു ലുക്ക് വറീഡ് എന്ന് പറഞ്ഞാൽ നീ വിഷമിച്ചിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ നീ പ്രയാസപ്പെട്ടിരിക്കുകയാണല്ലോ. വാട്ട്സ് റോങ്, വാട്ട്സ് റോങ് എന്ന് പറഞ്ഞാൽ എന്തു പറ്റി, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെയാണ് അർത്ഥം. ഇനി അടുത്തത്, നിനക്കെന്താണ് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ നിനക്കെന്താണ് പ്രയാസമുള്ളത്? എങ്ങനെ പറയാം? വാട്ട്സ് റോങ് വിത്ത് യു. വാട്ട്സ് റോങ് വിത്ത് യു. നിനക്കെന്താണ് പ്രയാസം, അല്ലെങ്കിൽ നിനക്കെന്താണ് ബുദ്ധിമുട്ട്? ഇനി ഇവിടെ യു എന്ന വാക്ക് മാറ്റിയിട്ട് ഹിം, അല്ലെങ്കിൽ ഹെർ, അല്ലെങ്കിൽ ദം, അല്ലെങ്കിൽ രാഹുൽ എന്നൊക്കെ ഉപയോഗിച്ചും സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതൊന്ന് നോക്കാം. രാഹുലിന് എന്താണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രാഹുലിന് എന്താണ് പ്രയാസം? എങ്ങനെ ചോദിക്കാം? വാട്ട്സ് റോങ് വിത്ത് രാഹുൽ. ഇനി അവർക്കെന്താണ് ബുദ്ധിമുട്ട്? വാട്ട്സ് റോങ് വിത്ത് ദം. അവൻക്കെന്താണ് ബുദ്ധിമുട്ട്? വാട്ട്സ് റോങ് വിത്ത് ഹിം. അവൾക്കെന്താണ് ബുദ്ധിമുട്ട്? വാട്ട്സ് റോങ് വിത്ത് ഹെർ എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അടുത്തത്, നമ്മുടെ ടി വിക്ക് എന്താണ് കുഴപ്പം? എങ്ങനെ ചോദിക്കാം? വാട്ട്സ് റോങ് വിത്ത് അവർ ടി വി. എങ്ങനെയാണ്? വാട്ട്സ് റോങ് വിത്ത് അവർ ടി വി. നമ്മുടെ ടി വിക്ക് എന്താണ് കുഴപ്പം? വാട്ട്സ് എന്നുള്ളത് വാട്ട്, ഈസ്, ഈ രണ്ട് വാക്കുകളുടെ ചുരുക്കരൂപമാണ്. വാട്ട് ഈസ് റോങ് എന്നും പറയാം, വാട്ട്സ് റോങ് എന്നും പറയാം. രണ്ട് രീതിയും ശരിയാണ്. പക്ഷെ പറയാൻ എളുപ്പം ഏതാണ്? വാട്ട്സ് റോങ് എന്നുള്ളതല്ലേ. വാട്ട്സ് റോങ് വിത്ത് യു. ഇനി അടുത്തത്, സിനിമ കാണുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? എങ്ങനെ ചോദിക്കാം? വാട്ട്സ് റോങ് വിത്ത് വാച്ചിങ് മൂവീസ്. വാട്ട്സ് റോങ് വിത്ത് വാച്ചിങ് മൂവീസ്. സിനിമ കാണുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇനി പാട്ട് കേൾക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? എങ്ങനെ ചോദിക്കാം? വാട്ട്സ് റോങ് വിത്ത് ലിസണിങ് ടു മ്യൂസിക്. വാട്ട്സ് റോങ് വിത്ത് ലിസണിങ് ടു മ്യൂസിക്. ഇനി ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? എങ്ങനെ ചോദിക്കും? വാട്ട്സ് റോങ് വിത്ത് പ്ലേയിങ് ഫുട്ബോൾ. വാട്ട്സ് റോങ് വിത്ത് പ്ലേയിങ് ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഇനി അടുത്തത്, എൻ്റെ ഫോണിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ പറയാം? there is something wrong with my phone. there is something wrong with my phone. എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട്. ഇനി എൻ്റെ കാറിന് എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ പറയാം? there is something wrong with my car. ഇനി എൻ്റെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ പറയും? there is something wrong with my computer എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അടുത്തത്, എൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എങ്ങനെയാണ് പറയുക? I have something wrong with my eye. I have something wrong with my eye. എൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഇനി എൻ്റെ കാലിന് എന്തോ കുഴപ്പമുണ്ട്. എങ്ങനെ പറയും? I have something wrong with my leg. എൻ്റെ കാലിന് എന്തോ കുഴപ്പമുണ്ട്. ഇനി എൻ്റെ വയറിന് എന്തോ കുഴപ്പമുണ്ട്. എങ്ങനെ പറയും? I have something wrong with my stomach. എൻ്റെ വയറിന് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഇനി ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങളുടെ സംസാരത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.